ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. OTT അപ്ഡേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ജൂലൈ മാസം 15-ാം തീയതി മുതൽ 21-ാം തീയതി വരെ OTT റിലീസ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ലിസ്റ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏകദേശം 32ഓളം റിലീസുകളായിരുന്നു കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നത്. ശരിക്കും അറിയാവുന്ന ഒരു OTT റിലീസ് പൂരം തന്നെയായിരുന്നു. ഒരുപാട് മലയാള സിനിമകളും അതുപോലെ തന്നെ തമിഴ് സിനിമകളും ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു തെലുങ്ക് സിനിമയുടെ ഹിന്ദി ഡബ്ഡ് വേർഷനാണ്. ഹരോം ഹര എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ആഹാ തെലുങ്ക് വഴി ഇതിനു മുമ്പേ റിലീസ് ചെയ്തതാണ്. ഹിന്ദി ഭാഷയിലും തെലുങ്ക് ഭാഷയിലും ഒക്കെ ആയിട്ട് ഇപ്പോൾ ജിയോ സിനിമ വഴിയും അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലും ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഇംഗ്ലീഷ് ഫാന്റസി ഹൊറർ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ദ വാച്ചേഴ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് മൂറാനെ കൃഷ്ണപ്പ എന്ന് പറഞ്ഞൊരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ കന്നഡ ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ക്ലബ് FM എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ വഴി റേഡിയോ സിനിമ എന്ന് പറഞ്ഞൊരു ഇതിൽ വന്ന് ലാലേട്ടൻ്റെ ഒരു സിനിമ റിലീസ് ചെയ്തിരുന്നു യൂട്യൂബ് ചാനൽ വഴി. ഒരു 39 മിനിറ്റുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഒരു ഓഡിയോ എന്ന് തന്നെ പറയാം, വീഡിയോ അല്ല. റേഡിയോ സിനിമ എന്ന് പറയുമ്പോൾ ഓഡിയോ ആണല്ലോ. അപ്പോൾ എയ്ഡൻ എന്നാണ് ആ ഒരു സിനിമയുടെ പേര് വരുന്നത്. 39 മിനിറ്റ് ആയിരുന്നുള്ളത്. ഈ ഒരു ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അടുത്തത് ഒരു സീരീസാണ്. ത്രിഭുവൻ മിശ്ര CA ടോപ്പർ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഒരു ഹിന്ദി സീരീസാണ്. തമിഴ് തെലുങ്ക് ഭാഷകളായിട്ട് ഈ ഒരു ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ നെറ്റ്ഫ്ലിക്സ് വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. സീരീസ് കണ്ടിട്ടുണ്ട്. റിവ്യൂ ചിലപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പേ റിവ്യൂ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുണ്ടാവും. പിന്നെ ഏത് സമയം നിങ്ങളത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും റിവ്യൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സീരീസ് കണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒന്ന് കണ്ടുവെക്കാൻ റിവ്യൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അടുത്തത് ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ഒരു സിനിമയാണ്. അർക്കാഡിയ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളായിട്ടാണ് ഈ ഒരു ഹൊറർ മൂവി റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് റെയിൽ എന്ന് പറഞ്ഞൊരു തമിഴ് മൂവിയാണ്. ടെൻറ്റുകോട്ട വഴിയാണ് ഈ ഒരു തമിഴ് സിനിമ തമിഴ് വിഭാഗത്തിൽപ്പെടുന്ന സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് വിദാർത്ഥക പ്രധാന വേഷം കൈകാര്യം ചെയ്ത തമിഴ് സിനിമയാണ്. ലാന്തർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ഹിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. യങ് വുമൺ ആൻഡ് ദ സീ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഫ്രഞ്ച് മൂവിയാണ്. ദ ഡീപ്പ് ഡാർക്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു അഡ്വഞ്ചർ ഹൊറർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഫ്രഞ്ച് ഭാഷ കൂടാതെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ISS എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു നോർവേജിയൻ മൂവിയാണ്. ഗുഡ് ബോയ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു തമിഴ് മൂവിയാണ്. ദ അക്കാലി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്ത ഒരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. വയസ്സെത്രയായി 30 എന്ന് പറഞ്ഞ സിനിമ. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തത് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അടുത്തൊരു സീരീസാണ്. ഒരു തെലുങ്കു സീരീസാണ്. അഞ്ജലിക പ്രധാന വേഷം കൈകാര്യം ചെയ്ത ബഹിഷ്കരണ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. C5 വഴിയാണ് ഈ ഒരു സീരീസ് തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സീരീസ് ഞാൻ കണ്ടിട്ടുണ്ട്. റിവ്യൂ നമുക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഹിന്ദി സീരീസാണ്. ബർസാക്ക് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഒന്നാമത്തെ സീസണാണ്. C5 വഴി ഈ ഒരു ഡ്രാമ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്ത മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്ത ഒരു സീരീസാണ്. സുരാജ് വെഞ്ഞാറമൂടൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത നാഗേന്ദ്രൻസ് ഹണിമൂൺസ് എന്ന സീരീസ്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി മലയാളം ഭാഷ കൂടാതെ മൾട്ടി ഓഡിയോയിൽ ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. സീരീസ് കണ്ട് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്തത് റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഫൈൻഡ് മീ ഫാളിംഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു സീരീസാണ്. ഒരു സയൻസ് ഫിക്ഷൻ ഫാൻറ്റസി ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ സീരീസാണ്. സ്വീറ്റ് ഹോം എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. 3ാമത്തെ സീസണാണ് ഈ ഒരു സീരീസിൻ്റെ. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് രാംഗോപാൽ വർമ്മ സംവിധാനം ചെയ്ത ഒരു 18+ ആക്ഷൻ മൂവിയാണ്. ലഡ്കി ഡ്രാഗൺ ഗേൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. 2022 റിലീസ് ചെയ്ത സിനിമയായിരുന്നു. ഇപ്പോൾ മുതൽ സൈറ്റുകളിലൊക്കെ ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്ത യൂട്യൂബിൽ റിലീസ് ചെയ്ത ഒരു മലയാളം കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. കണ്ണാടി പറമ്പിലെ കല്യാണ ആലോചന എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ യൂട്യൂബിൽ അവൈലബിൾ ആണ്.
അടുത്തത് ഒരു സിനിമ മലയാള സിനിമയാണ്. യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള ഡ്രാമ കോമഡി വിഭാഗത്തിലുള്ള സിനിമയാണ്. അമർ മേര ദോസ്ത് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അടുത്തത് നമ്മുടെ പൃഥ്വിരാജ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു മലയാള സിനിമയായിരുന്നു ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ. മലയാളം ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടു നോക്കുക. തിയേറ്ററിൽ മിസ്സായവരൊക്കെ നിർബന്ധമായിട്ട് കാണേണ്ട ഒരു സിനിമയാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു ഇംഗ്ലീഷ് ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് മൈ സ്പൈ ദ എറ്റേണൽ സിറ്റി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ടും മലയാളം ഭാഷകളായിട്ടും ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്തത് ഒരു കന്നഡ മൂവിയാണ്. സാരാംശ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ കന്നഡ ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു തമിഴ് മൂവിയാണ്. ഇരുവിഴി ഒരു പാർവൈ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. യൂട്യൂബ് വഴിയാണ് ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ആനിമേഷൻ ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. കുങ്ഫു പാണ്ട 4 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ്, ജിയോ സിനിമ എന്നീ OTT പ്ലാറ്റ്ഫോമിൽ, ആമസോൺ പ്രൈം എന്നീ OTT പ്ലാറ്റ്ഫോമിലായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു ഡ്രാമ ആക്ഷൻ വിഭാഗത്തിൽപ്പെട്ട തമിഴ് മൂവിയാണ്. കാട് വെട്ടി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. വിദാർത്ഥ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ് അഞ്ചാമൈ എന്ന് പറഞ്ഞ സിനിമ. ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. റഹ്മാനും വിദാർത്ഥുമാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അഞ്ചാമൈ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഈ ഒരാഴ്ച കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. 15-ാം തീയതി മുതൽ 21-ാം തീയതി വരെയുള്ള റിലീസുകളാണ്. കംപ്ലീറ്റ് ലിസ്റ്റുകളാണ്. ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നിങ്ങൾ കണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓരോ സിനിമകളും സീരീസുകളൊക്കെ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും